ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. വെള്ളത്തിനായി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് ഉൾക്കാട്ടിൽ വനം വകുപ്പിന്റെ സഹകരണത്തോടെ കുടിവെള്ള സൗകര്യമൊരുക്കി നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്. മൂത്തേടം പൂളയ്ക്കപ്പാറ ജനവാസ മേഖലയിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉൾക്കാട്ടിലായി പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ 8 കണ്ണിയിൽ ഊങ്ങാർത്തോടിന് കുറുകെ തടയണ നിർമ്മിച്ചാണ് വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളമൊരുക്കിയത്. കരുളായി വനത്തിൽ നിന്നാണ് കരുളായി മൂത്തേടം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. വേനൽ കടുത്തതോടെ കാടിനുള്ളിലെ ജലസ്രോതസ്സുകളിലെല്ലാം വെള്ളം പൂർണ്ണമായും വറ്റിയ അവസ്ഥയാണ്. അതിനാൽ വെള്ളം തേടിയാണ് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്ത് കൃഷിസ്ഥലങ്ങളിലെ വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ആനകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവ ഭക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കാൻ കാരണമാവുന്നത്. എന്നാൽ വേനലിൽ കാടിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് കുടിക്കാനും ചൂടകറ്റാനും കുളിക്കാനുമായി വെള്ളം ലഭ്യമാക്കിയാൽ നാട്ടിൻപുറങ്ങളിലേക്ക് ഇത്തരം വന്യജീവികൾ എത്തുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വനം വകുപ്പ് നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബിന്റെ സഹായം തേടിയത്. 30ഓളം വരുന്ന ക്ലബ് പ്രവർത്തകർ 8 കണ്ണിയിലൂടെ നീർച്ചാലിട്ടൊഴുകിയ ഈങ്ങാർത്തോടിന് കുറുകെ മരത്തടികളടുക്കിയും ചണച്ചാക്കിൽ മണ്ണും മണലും നിറച്ചുമെല്ലാം പ്രകൃതി സൗഹൃദ തടയണ നിർമ്മിക്കുകയായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന പ്രവൃത്തിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിച്ചു. നിലമ്പൂർ വൈൽഡ് വീൽസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കരിമ്പുഴ റിസർവ് വനമേഖലയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളോട് ഒരു പദ്ധതി പറയുന്നു. അതായത് വേനൽ കടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മൃഗങ്ങളെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കൊലപാതകം വരെ, അതായത് ആനാക്രമണത്തിലൊക്കെ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നിലമ്പൂർ വൈൽഡ് വീൽസിൻ്റെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ തന്നെ ഇവിടുത്തെ വലിയൊരു ചെക്ക് ഡാം, അതായത് ഈ എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ ഇവിടെയൊക്കെ വളരെ വെള്ളം കുറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു. ഇന്ന് നമ്മൾ വളരെ വിപുലീകരിച്ച് തന്നെ വലിയൊരു ചെക്ക് ഡാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നിലമ്പൂർ വൈൽഡ് വീൽസിൻ്റെ പ്രവർത്തകരുടെ വലിയ ശ്രമം കൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഏകദേശം അതിൻ്റെ 99% ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇനി കുറച്ചും കൂടി പരിപാടികൾ കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അവസ്ഥയിലെത്തും. അങ്ങനെ ഒരു വലിയ വിജയകരമായി പൂർത്തീകരിച്ച ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേപോലെ ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വനമേഖലയാണ്, അപ്പോൾ മൃഗങ്ങളുണ്ട്. മൃഗങ്ങളെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം വല്ലാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. നിലമ്പൂർ വൈൽഡ് വീൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തികളുമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുൻപും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ദുർഘടകരമായ അവസ്ഥകളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ അവരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം വിപുലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ ഉദ്ദേശം. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തടയണയിൽ വെള്ളം നിറഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊഴിവാക്കാൻ നിറഞ്ഞുവരുന്ന വെള്ളത്തിന് ഒഴുകിപ്പോവാൻ കോൺക്രീറ്റ് കുഴലുകളും തടയണയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അംജിത്ത് എന്നിവരുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ് പ്രസിഡന്റ് വിവേക് പി മേനോൻ, സെക്രട്ടറി കെ യാസർ, ട്രഷറർ കെ ഹബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടയണ സ്ഥാപിച്ചത്. ക്ലബ് പ്രവർത്തകരുടെ സേവനം വനം വകുപ്പിന് ഉപകാരപ്രദമായതായി പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത്ത് പറഞ്ഞു. നിലമ്പൂർ വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബ് ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ അവർ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സഹായത്തിന് വിളിച്ചപ്പോൾ അവർ എല്ലാവരും ഓടിയെത്തി. നമുക്ക് കഴിഞ്ഞ വർഷവും അവർ നമുക്ക് വേണ്ടിയുടെ ബ്രഷ് ബോർഡ് ചെക്ക് ഡാമുകളും അതുപോലെ വനത്തിനുള്ളിൽ വൃക്ഷ തൈകൾ നടുന്ന പ്രവർത്തനങ്ങൾ അതിനൊക്കെ അവർ പങ്കാളിയിട്ടുണ്ട്. അതുപോലെ എന്ത് ഉണ്ടെങ്കിലും അവർ നമ്മളെ വിളിച്ചാൽ വരാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ഇതുപോലുള്ള ക്ലബ്ബുകൾക്ക് ഇതൊരു മാതൃകയാണ്. സാധാരണ എല്ലാ ക്ലബ്ബുകളും
സാധാരണ ഒരു എൻജോയ്മെൻറ്റ് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുക, പിന്നെ മദ്യപിക്കുക, അതൊക്കെയാണ്. പക്ഷേ ഇവരുടെ പരിശ്രമത്തിൽ നോക്കുമ്പോൾ അവരങ്ങനെ യാതൊരു ഇതുമില്ല. ഒരു പരിപൂർണമായ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘമാണ്. അപ്പോൾ ഇവർക്ക് നൽകിയ സഹായത്തിന് വനവകുപ്പിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത് മറ്റുള്ള ക്ലബ്ബുകൾക്ക് ഒരു ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.